പടക്കക്കടയിൽ പോയപ്പോൾ എല്ലാവരും 4-ാം തീയതി എത്ര പടക്കം വാങ്ങണം എന്നുള്ള അപ്പൊ അതുപോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ജയിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല. അപ്പൊ തുടങ്ങാല്ലേ. ചക്ക താമര പാർട്ട് 2 വീഡിയോ നമ്മൾ തുടങ്ങാൻ പോവാണ്. എല്ലാരും എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പാർട്ടി മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവരെ മാത്രം സെലക്ട് ചെയ്ത് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇത്രയധികം മണ്ടത്തരങ്ങൾ വരണത് ആണോ അല്ല, എനിക്ക് തോന്നുന്നു ഒരു നിയോജക മണ്ഡലത്തിലെ ആൾക്കാരുണ്ട്. ഇവരാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോ കണ്ടാലേ. തൃപ്പൂണിത്തറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ് വിഷുദിനത്തിൽ ഏഷ്യനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നത്. അഞ്ജലി, ആദ്യം തന്നെ ഹാപ്പി വിഷു. പക്ഷെ ഈ വിഷു പൊളിറ്റിക്കൽ ആണല്ലേ, എങ്ങനെയുണ്ട് ഈ വിഷു? ഈ വിഷു വളരെ വേറിട്ടൊരു അനുഭവമാണ്. ഞാൻ വിഷുവിന് ഇന്നലെ തൃപ്പൂണിത്തറ ഭാഗത്തേക്കാണ് എന്റെ പർച്ചേസ് സംബന്ധമായിട്ട് പോയത്. 4-ാം തീയതി എന്താകും റിസൾട്ട് എന്ന് പോലും അറിയാതെ അവരേറെ സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അത് കാണാൻ പറ്റി. ആനന്ദിക്ക് ചേച്ചി ജയിക്കാൻ വേണ്ടിട്ടാ. കണി വെക്കുമ്പോ സാധാരണ ചക്ക വെക്കുന്നത് സ്വാഭാവികമാണ്, പക്ഷെ അഞ്ജലിക്ക് ഇത്തവണ അത് വെക്കുമ്പോ മനസ്സിലൊരു അല്ലെ. തീർച്ചയായിട്ടും അത് എന്തായാലും വിഷുവിന് സ്വന്തം ചിഹ്നം കണി കാണാൻ കിട്ടുന്നത് അത് ഇവർക്ക് മാത്രമായിരിക്കും. ഞങ്ങൾ ചക്ക വാങ്ങാൻ വേണ്ടി നിർത്തിയ ആ വണ്ടിയുടെ അടുത്തും അവർക്ക് ആകെ ഒരു ആവേശമായിരുന്നു, ഏത് ചക്ക എനിക്കെടുത്ത് തരണം, ഏതാ നല്ലത്. അഞ്ജലി നേരത്തെ പറഞ്ഞത് ചക്ക മുറിച്ചാൽ താമര ചക്കയാണെന്നൊക്കെ പറഞ്ഞത് കുറച്ച് ട്രോളുമായി. പക്ഷെ അഞ്ജലി അതിനൊക്കെ വളരെ മനസാന്നിധ്യത്തോടെ നേരിട്ടു അല്ലേ. പറഞ്ഞ ആ അമ്മ പറഞ്ഞ വാക്കുകളാണ് ഞാനത് മീഡിയയിൽ പറഞ്ഞത്. പക്ഷെ അത് അവസാനം ഞാൻ പറഞ്ഞതും എന്റെ ആശയം പോലെ ആക്കി. അതൊന്നും സാരല്ല, അതൊക്കെ നെഗറ്റീവ് ഒക്കെ PR-കളായിട്ട് അതെല്ലാം ഞാൻ ഏറ്റുവാങ്ങുകയാണ്. കേട്ട് കേട്ട് മടുത്ത്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞതല്ല, ഒരു അമ്മൂമ്മ പറഞ്ഞതാണ് എന്റെ അടുത്ത്. മോള് എവിടെ പോയാലും താമര ചിഹ്നം കണ്ടില്ല, അത് കുത്തൂല, വോട്ട് കുത്തില്ല, താമര കണ്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ് പരിഭവം കാണിക്കുന്നവരോട് താമര തന്നെയാണ് ചക്ക, ചക്ക തന്നെയാണ് താമര എന്ന് മോള് പറയൂ. മെയ് 4-ന്റെ പ്രതീക്ഷ എത്രമാത്രമാണ്? കാരണം NDAയുടെ ഒരു കണക്ക് പ്രകാരം തൃപ്പൂണിത്തറയില് ചരിത്ര വിജയം ഉണ്ടാവും. മെയ് 4 ആ ദിവസത്തിന് വേണ്ടിട്ടാട്ടോ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണ് പ്രതീക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പടക്കക്കടയിൽ പോയപ്പോൾ എല്ലാവരും 4-ാം തീയതി എത്ര പടക്കം വാങ്ങണം എന്നുള്ള അപ്പൊ അതുപോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അഞ്ജലി. എന്തായാലും ചക്ക വാങ്ങാൻ പോയി ഊക്കി, പടക്കം വാങ്ങാൻ പോയി ഊക്കി, എല്ലാവരും ഊക്കി കൊല്ലുവാണോ നിങ്ങളിങ്ങനെ? എന്തായാലും മെയ് 4 വരട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി നായരാണ് നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം, അനുഭവങ്ങളൊക്കെ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. അതെ, നല്ല എക്സ്പീരിയൻസ് ആണ്, നമുക്ക് മറക്കാൻ പറ്റുമോ അല്ലെ? കൂടുതലും ജനങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. അഞ്ജലി നായർ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവര് വോട്ട് പിടിക്കുമായിരിക്കും, സെലിബ്രിറ്റി ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ഉണ്ണികൃഷ്ണനാണ് സാധ്യത കൂടുതൽ. 4 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വന്നത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫാക്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ജനങ്ങളുടെ കണ്ണിൽ കണ്ട ഒരാളാണ്. ടോട്ടാലിറ്റി നോക്കുമ്പം തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ മാത്രമല്ലല്ലോ, പള്ളുരുത്തി, ഇടക്കൊച്ചി മുതൽ ഉദയംപേരൂർ വരെയുണ്ട്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. അപ്പം അത് നമുക്ക് ആ ഒരു കൗണ്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെയാ ചേച്ചിനല്ലേ പറഞ്ഞ ജയിക്കുന്നു അല്ല, MLA ആയിരുന്നു, അങ്ങനെ എന്തൊക്കെയോ കണ്ടായിരുന്നു. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു ഞാൻ ഏത് പാർട്ടിയാണ് അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് 4-ാം തീയതി ജയമാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല. അല്ലാത്ത പക്ഷമാണെങ്കിൽ അവരോടൊപ്പം തന്നെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഒപ്പം ഉണ്ടാവും. എന്തായാലും മെയ് 4 വരട്ടെ, നമുക്ക് നോക്കാം. ചക്കയും താമരയുള്ള ബന്ധം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നല്ല ബന്ധം. സാബു സാറിന്റെ കാര്യം തന്നെ എടുത്താൽ കിറ്റക്സ് 15,000-ലധികം പേർക്ക് ജോലി കൊടുത്തോണ്ടിരുന്ന സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കിയേട്ടാ. ഒരു ഗ്രാമമാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഒരു നിയോജക മണ്ഡലത്തിലെ ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്ത്? ഒരു നിയോജക മണ്ഡലത്തില് 15,000 പേരുള്ളൂ. വട്ടാണെന്ന് തോന്നുന്നു കുട്ടിക്ക്. അത്ര ആളുകൾക്ക് ജോലി കൊടുത്തോണ്ടിരുന്ന സ്ഥലമാണ് കിറ്റക്സ്. അത് പോലും ഇവിടുന്ന് പല രീതിയിൽ അവരെ മാറ്റാൻ അവരെങ്ങനെയൊക്കെ നോക്കിയിട്ടും കിറ്റക്സ് അടച്ചു കൂട്ടാൻ പറ്റുന്നില്ല. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. ലാസ്റ്റ് എനിക്ക് ചേട്ടൻ അറിയോന്ന് എനിക്കറിയില്ല, കിറ്റക്സ് അടച്ചു കൂട്ടാൻ അവർ കണ്ടുപിടിച്ച കാരണം എന്താണെന്നറിയോ? പണ്ടത്തെ പഴയ നിയമത്തിൽ, നമ്മുടെ രാജഭരണം ഉണ്ടായിരുന്ന സമയത്താന്ന് തോന്നുന്നു, ഉണ്ടായിരുന്ന നിയമത്തിൽ ഈ നമ്മൾ ഇതുപോലുള്ള വ്യവസായ സ്ഥലങ്ങളിൽ
ഈ തുപ്പൽ കോളാമ്പി വേണം എന്നുണ്ടായിരുന്നു, അതൊരു മസ്റ്റ് ആയിരുന്നു. ഇവരുടെ അത് എവിടുന്നൊക്കെയോ തപ്പിപ്പിടിച്ചിട്ട് ഇവരുടെ ആ ഇൻഡസ്ട്രിയിൽ തുപ്പൽ കോളാമ്പി ഇല്ല. ആ പേരിലാണ് ആ സ്ഥാപനം, കിറ്റക്സ് എന്ന സ്ഥാപനം, ഈ നാട്ടിൽ നിന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ചത്. അല്ലെങ്കിൽ അടച്ചു പൂട്ടിയത് എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്താ തോന്നുന്നത്? ആതിരടി നായർ, അയ്യോ, വെറും പ്രഹസനങ്ങൾ മാത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. ആതിരയുടെ പ്രത്യേകിച്ച് നിങ്ങളെല്ലാം അഖിലേട്ടാ ജയിക്കുന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെയായി. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാരൻ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണ്. മാറ്റി നിലപാട് പറയണത് അഖിലേട്ടനൊരു ഹോബിയാണല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനിയും റോസ്റ്റ് ചെയ്യാനുള്ള റിയാക്ഷൻ ഉള്ള വീഡിയോകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.